ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ഈസി എഡ്യു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 14-ാം തീയതി നടന്ന ഖാദി ബോർഡ് LDCയുടെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള 2ാം ഘട്ടം 3ാം ഘട്ടം തുടങ്ങിയ എക്സാമുകളിലേക്ക് വളരെ ആവശ്യമായ ഒരു ഭാഗമാണിത്. അനുബന്ധ വിവരങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പഠിക്കേണ്ടത് മാർക്ക് ലഭിക്കാനുള്ള ഒരു ഉത്തമ വഴി കൂടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നർമ്മദയാണ്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണേത്? നർമ്മദയും താപ്തിയും. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണേത്? നർമ്മദ. നർമ്മദ ഏറ്റവും നീളം കൂടിയത്. ഓർക്കാൻ ഒരു വഴിയുണ്ട്. നീളം നർമ്മദ, എന്നുള്ള ആ ഒരു വാക്കിൽ ഓർമ്മിക്കാം. നീളം കൂടിയത് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നതും ഏത് നദിയാണ്? നർമ്മദ നദിയാണ്. തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത് നർമ്മദ നദിയാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ഏത്? നർമ്മദ നദി. നർമ്മദ ഭ്രംശ താഴ്വരകളിലൂടെയാണ് ഒഴുകുന്നത്. ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. നർമ്മദ ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്നു. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണേത്? നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതം. സത്പുര പർവ്വതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്. അതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. 1312 കിലോമീറ്ററാണ് ഏത്? നർമ്മദ നദിയുടെ നീളം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. 1312 കിലോമീറ്റർ ദൂരം നർമ്മദ നദി ഒഴുകുന്നു. അമർകണ്ടക് കുന്ന്, മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിൽ നിന്നാണ് നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം. അമർകണ്ടക് കുന്ന് ഓർത്തിരിക്കുക. അമർകണ്ടക് കുന്ന് അത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് അമർകണ്ടക് കുന്ന്. അവിടെ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ബഞ്ചർ, ഹിരൺ, താവ എന്നിവ നർമ്മദയുടെ പോഷക നദികളാണ്. പോഷക നദികളും കൂടി ഓർത്തിരിക്കുക. ബഞ്ചൻ, ഹിരൺ, താവ എന്നിവയാണ് നർമ്മദയുടെ പോഷക നദികൾ. കൻഹ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക് ഈ നർമ്മദ നദിയുടെ തീരത്താണ്. കൻഹ നാഷണൽ പാർക്ക് നർമ്മദ നദിയുടെ തീരത്താണ്. നമുക്കൊന്നുകൂടി പറയാം. ചോദ്യം: സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്നാണ്. ആൻസർ നർമ്മദ നദിയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നർമ്മദ നദിയെക്കുറിച്ച്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. അതിലെ ഏറ്റവും നീളം കൂടിയ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് ഏത്? നർമ്മദ എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ. തെറ്റിപ്പടിക്കരുത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ. താപ്തിയും നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അതിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി കൂടിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ഇത് നർമ്മദ. ഇതിൻ്റെ ദൂരം കിലോമീറ്റർ എത്രയാണ്? 1312 കിലോമീറ്റർ ദൂരം നർമ്മദ നദി ഒഴുകുന്നുണ്ട്.
ഇതിൻ്റെ ഉത്ഭവസ്ഥാനം നമ്മൾ പറഞ്ഞു അമർകണ്ടക് കുന്ന്. ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ പോഷക നദികൾ. ബഞ്ചർ, ഹിരൺ, താവ എന്നിവയാണ് നർമ്മദയുടെ പോഷക നദികൾ. പിന്നെ ഒരു പാർക്ക് കൂടി പറഞ്ഞു. നർമ്മദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. അതും ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. ഇനി നമുക്ക് കൃഷ്ണ നദിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഏത്? കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. മഹാബലേശ്വർ കുന്ന്, ഈ മഹാബലേശ്വർ കുന്ന് പശ്ചിമഘട്ടത്തിലാണുള്ളത്. മഹാബലേശ്വർ കുന്ന് പശ്ചിമഘട്ടത്തിലാണ്. അവിടെ നിന്നാണ് ഏത്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. എന്നാൽ ഇത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ്. കൃഷ്ണ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. ഇതിനെ അർദ്ധഗംഗ, പിന്നെ പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നിങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. അർദ്ധഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദിയാണ് ഏത്? കൃഷ്ണ നദി. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ നദിയാണ് ഏത്? കൃഷ്ണ നദി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ നദിയാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1400 കിലോമീറ്ററാണ്. 1400 കിലോമീറ്ററാണ് ഏതിൻ്റെ നീളം? കൃഷ്ണ നദിയുടെ നീളം. അപ്പം ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ നീളം 1465 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ 3 നദിയുടെ നീളം പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് നർമ്മദാ നദിയുടെ നീളമാണ്. അത് 1312 1312 കിലോമീറ്ററാണ് നർമ്മദയുടെ നീളം. പിന്നെ നമ്മൾ പഠിച്ചതാണ് കൃഷ്ണ നദിയുടെ നീളം 1400 കിലോമീറ്ററാണ്. ഗോദാവരിയാണ് നീളത്തിൽ ഒന്നാമത്. ഉപദ്വീപീയ നദികളിൽ നീളത്തിൽ ഒന്നാമത് ഗോദാവരിയാണ്. അതിൻ്റെ നീളം 1465 കിലോമീറ്ററാണ്. ഇനി കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമ, കൊയ്ന, തുംഗഭദ്ര എന്നിവ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് മുസി നദിയുടെ തീരത്താണ്. ഏത്? ഹൈദരാബാദ്. അന്നേരം ഈ മുസി നദി കൃഷ്ണ നദിയുടെ പോഷക നദി കൂടിയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഏത്? മുസി നദി എന്നറിയപ്പെടുന്നത്. ഈ മുസി നദിയുടെ തീരത്താണ് ഏതുള്ളത്? തെലങ്കാനയുടെ തലസ്ഥാന നഗരമായ ഹൈദരാബാദ് ഉള്ളത്. ഇനി കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി നഗരം തുംഗഭദ്രയുടെ തീരത്താണ്. ഏത്? കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി നഗരം. തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെയുള്ളത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ പട്ടണം ഉള്ളതും ഏത്? കൃഷ്ണ നദിയുടെ തീരത്താണ്. വിജയവാഡ പട്ടണം കൃഷ്ണ നദിയുടെ തീരത്താണ്. ഇനി അൽമാട്ടി, നാഗാർജുന സാഗർ, അത് അൽമാട്ടി കർണാടകയിലാണ് കേട്ടോ. അൽമാട്ടിയും നാഗാർജുന സാഗർ എന്നീ അണക്കെട്ടുള്ളതും കൃഷ്ണ നദിയിലാണ്. അൽമാട്ടിയും നാഗാർജുന സാഗറും എവിടെയാണ്? കൃഷ്ണ നദിയുടെ തീരത്താണ്. ഒന്നുകൂടി നമ്മൾ പഠിക്കുന്നു. നമ്മളിപ്പോൾ കൃഷ്ണ നദിയെക്കുറിച്ചാണ് പറഞ്ഞത്. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കൃഷ്ണ നദി ഏത് കടലിലാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. ഇതിനറിയപ്പെടുന്ന മറ്റു പേരുകളാണ് അർദ്ധഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ നദിയാണ് ഏത്? നമ്മുടെ കൃഷ്ണ. അതിൻ്റെ നീളം 1400 കിലോമീറ്ററാണ്. അപ്പോൾ ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. 1465 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. അപ്പോൾ നമ്മൾ നേരത്തെ നർമ്മദയുടെ നീളം പറഞ്ഞു. അതെത്ര? 1312 കിലോമീറ്ററാണ്. ഇനി കൃഷ്ണ നദിയുടെ പോഷക നദികൾ നമ്മൾ പഠിച്ചു. ഭീമ, കൊയ്ന, തുംഗഭദ്ര. തുംഗഭദ്രയുടെ തീരത്ത്
ഏതോ ഒരു സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതെവിടെയാണ്? കർണാടകയിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന ഹംപി നഗരം തുംഗഭദ്രയുടെ തീരത്താണ്. ഇനി തുംഗഭദ്രയുടെ പോഷക നദികൾ ഭീമ, കുയ്ന, തുംഗഭദ്ര. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയുടെ തീരത്താണ്. ഏത് പോഷക നദിയാണ്? മുസി നദിയുടെ തീരത്താണ് ഏത്? ഹൈദരാബാദ് ഇരിക്കുന്നത്. ഹൈദരാബാദ് മുസി നദിയുടെ തീരത്ത്. കൃഷ്ണയുടെ പോഷക നദിയാണ് മുസി. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ പട്ടണം കൃഷ്ണ നദിയുടെ തീരത്താണ്. ഇനി നമ്മൾ 2 അണക്കെട്ട് പറഞ്ഞു, അൽമാട്ടിയും നാഗാർജുനയും. ഇത് രണ്ടും കൃഷ്ണ നദിയുടെ തീരത്താണ്. അൽമാട്ടി കർണാടകയിലാണെന്ന് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മഹാനദിയെക്കുറിച്ച് പഠിക്കാം. ഇങ്ങനെ ഓപ്ഷനിലുള്ള ഓരോ നദിയെ എടുത്ത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഈ ഓപ്ഷനിലായിരിക്കും അടുത്ത ഘട്ടങ്ങളിലെ ചോദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നത്. ഇനി നമുക്ക് മഹാനദിയെക്കുറിച്ച് പഠിക്കാം. ഛത്തീസ്ഗഡിലെ സിംഹാവ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണേത്? മഹാനദി. സിംഹാവ കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി. ഇത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ്. ഇതിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 857 കിലോമീറ്ററാണ്. 857 കിലോമീറ്ററാണ് ഏതിൻ്റെ നീളം? മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ. മഹാനദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണ് ഏത്? ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഈ ഹിരാക്കുഡ് എവിടെയാണ്? ഒഡീഷയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഇനി ഈ ഹിരാക്കുഡ് അണക്കെട്ടിൻ്റെ പ്രത്യേകത അറിയാലോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഏത്? ഹിരാക്കുഡ് അണക്കെട്ട്. ഇനി നമുക്ക് മഹാനദിയുടെ പോഷക നദികൾ ഏതാണെന്ന് നോക്കാം. ഇബ്, ടെല്ല്, യോങ് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ഇബ്, ടെല്ല്, യോങ് എന്നിവ ടെല്ലാണ് കേട്ടോ. ഇബ്, ടെല്ല്, യോങ് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് ഈ മഹാനദിയുടെ തീരത്താണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണേത്? ഷിയോനാഥ് മഹാനദിയുടെ തീരത്താണ്. ഒഡീഷയിലെ കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. ഒഡീഷയിലെ കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. ഇനി മഹാനദിയുടെ പതനമുഖത്തുള്ള പ്രസിദ്ധമായ പട്ടണം ഏതാണ്? അത് പുരിയാണ്. മഹാനദിയുടെ പതനതീരത്തുള്ള പ്രസിദ്ധ പട്ടണമാണ് പുരി. ഇനി നമുക്കൊന്നുകൂടി പറയാം. ഛത്തീസ്ഗഡിലെ സിംഹാവ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണേത്? മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ആകെ നീളം നമ്മൾ പറഞ്ഞു 857 കിലോമീറ്റർ. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിക്ക് കുറുകെയാണ്. ഹിരാക്കുഡ് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് കൂടിയാണ് ഇത് ഹിരാക്കുഡ്. ഇതിൻ്റെ മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല്, യോങ് എന്നിവ. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ് മഹാനദിയുടെ തീരത്താണ്. ഒഡീഷയിലെ കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. ഇനി മഹാനദി പതിക്കുന്നിടത്തുള്ള പ്രസിദ്ധമായ പട്ടണമാണ് നമ്മൾ പറഞ്ഞത് പുരിയാണ് ആ പട്ടണം. ഇനി നമുക്ക് ബാക്കിയുള്ളത് സത്ലജ് നദിയാണ്. സത്ലജ് സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഇത്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ്. ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. സത്ലജ് നദി ഷിപ്കില ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പതിക്കുന്നത്. സത്ലജ് നദി ഷിപ്കില ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണെന്നാണ്. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചത്.
ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഇതൊക്കെ. റൂർക്കേല, ബൊക്കാറോ, ഭിലായി എന്നിവ. റൂർക്കേല, ബൊക്കാറോ, ഭിലായി എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നതാണ് ഇത്. റൂർക്കേല, ദുർഗാപൂർ, ഭിലായി എന്നിവയാണ് ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നത്. റൂർക്കേല, ദുർഗാപൂർ, ഭിലായി എന്നിവ. എന്നാൽ ബൊക്കാറോ ആണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ബൊക്കാറോ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തും. തെറ്റിപ്പഠിക്കരുത്, നേരാവണ്ണം പഠിക്കുക. റൂർക്കേല, ദുർഗാപൂർ, ഭിലായി എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തും ബൊക്കാറോ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തും നിലവിൽ വന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1957 സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് ഭിലായ്. 1957 ഇത് വന്നത് ഭിലായ്. ഭിലായ് റഷ്യയുടെ സഹായത്തോടെ 1957 റഷ്യയുടെ സഹായത്തോടെ വന്നതാണ് ഭിലായി ഉരുക്ക് നിർമ്മാണശാല. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണ്. ഇനി ഭിലായി സ്റ്റീൽ പ്ലാന്റിലേക്കുള്ള ജലലഭ്യതയ്ക്ക് ആശ്രയിക്കുന്നത് ഏത് നദിയാണ്? മഹാനദിയാണ് ഭിലായിലേക്ക് ജലം എത്തിക്കുന്നത്. മഹാനദിയാണ്. ഇനി റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ചതാണ് പശ്ചിമ ജർമ്മനി അല്ലെങ്കിൽ ജർമ്മനി റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ചതാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് ഇത് നമ്മളുടെ റൂർക്കേല ഒഡീഷയിലാണ്. 1959 ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് ഇത് ദുർഗാപൂർ 1959 ബ്രിട്ടൻ്റെ സഹായത്തോടെ നിലവിൽ വന്നതാണ് ഇത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് 1959 ബ്രിട്ടൻ്റെ സഹായത്തോടെ വന്നു. ഇനി ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ ബംഗാളിലാണ് ദുർഗാപൂർ ദാമോദർ നദിയുടെ തീരത്താണ് ഇത് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 1964 സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് ബൊക്കാറോ 1964 സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോ ഇന്ത്യയിലെ ഉരുക്ക് നിർമ്മാണശാലയായ ബൊക്കാറോ സ്ഥാപിക്കപ്പെട്ടത് ബോക്കാറോ യൂണിയൻ്റെ സഹായത്തോടെയാണ്. ഇത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നതാണെന്ന് നമ്മൾ പഠിച്ചു. ദാമോദർ നദിയുടെ തീരത്താണ് ഇത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ദാമോദർ നദിയുടെ തീരത്ത്. ഇതൊക്കെയാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡിലാണ് കോർബ കൽക്കരിപ്പാടം. ഇനി കുറച്ച് കൽക്കരി ഖനിയെക്കുറിച്ച് പഠിക്കാം. താൾച്ചർ കൽക്കരി ഖനി ഒഡീഷയിലാണ്. താൾച്ചർ കൽക്കരി ഖനി ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമായ ജാറിയ ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ഏത് സംസ്ഥാനത്തിലാണ്? ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനമാണേത്? ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ്. കൽക്കരി രൂപീകരണത്തിലെ ആദ്യ ഘട്ടമാണേത്? പീറ്റ് കൽക്കരി രൂപീകരണത്തിലെ ആദ്യ ഘട്ടമാണ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ ഖനനം ആരംഭിച്ചത് ദിഗ്ബോയ് ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായി എണ്ണ ഖനനം ആരംഭിച്ചത്. അത് ആസാമിലാണ്. 2023 വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിലാണ്? റിയാസിയിലാണ് 2023 വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്.
ഇതും കൂടി ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ അതിനുശേഷം 2023 റിയാസിയിലാണെന്ന് പറയുന്നു. എന്നാൽ രാജസ്ഥാനിലും കൂടി ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കറണ്ട് അഫെയർ ആണ് കേട്ടോ. ജമ്മു കാശ്മീരിന് പുറമെ വൻതോതിൽ ലിഥിയം നിക്ഷേപം രാജസ്ഥാനിലാണ് കണ്ടെത്തിയത്. അവസാനത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊക്കെ പഠിക്കുക. പിന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ധൻബാദിലാണ്. ഇന്ത്യയുടെ കൽക്കരി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ഏത്? ധൻബാദ്. ഇന്ത്യയുടെ കൽക്കരി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ധൻബാദ് ജാർഖണ്ഡിലാണ് ധൻബാദ്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപമുള്ളത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപമുള്ളത്. ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ ജലപാതയെക്കുറിച്ചിട്ടുള്ളതാണ് അടുത്ത ചോദ്യം. ദേശീയ ജലപാത 2 ഏതൊക്കെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇതാണ് ചോദ്യം. ദേശീയ ജലപാത 2 സാദിയ ദുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ദേശീയ ജലപാത 2. അപ്പം ദേശീയ ജലപാത 1 ഏതൊക്കെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അലഹബാദ് ഹാൽദിയ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽദിയ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ഇത് ദേശീയ ജലപാത 1 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 1 എന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ്. ഉത്തർപ്രദേശിനെയും പശ്ചിമ ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ജലപാത ഗംഗാ നദിയിലാണ്. ദേശീയ ജലപാത 1 ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയിലാണ്. ഇതിൻ്റെ ദൈർഘ്യം ദേശീയ ജലപാത 1ൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1620 കിലോമീറ്ററാണ്. 1620 കിലോമീറ്ററാണ് അലഹബാദ് ഹാൽദിയ പാതയുടെ നീളം. അലഹബാദ് ഹാൽദിയ ദേശീയ ജലപാതയുടെ നീളം എന്ന് പറയുന്നത് 1620 കിലോമീറ്ററാണ്. രണ്ടാമത്തേത് ഏതാണ്? സാദിയ ദുബ്രി രണ്ടാമത്തെ ദേശീയ ജലപാതയാണ്. ആസാമിലെ സാദിയയും ദുബ്രിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ് ഏത് ദേശീയ ജലപാത 2 എന്നറിയപ്പെടുന്ന സാദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിക്ക്. അപ്പം ഹാൽദിയ അലഹബാദ് ഏത് ഗംഗാ നദിക്ക് കുറുകയാണെങ്കിൽ സാദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിക്ക് കുറുകയാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ദേശീയ ജലപാത കോട്ടപ്പുറം മൂന്നാമത്തെ ദേശീയ ജലപാതയാണ്. ഇത് കേരളത്തിലാണ്. കോട്ടപ്പുറം ദേശീയ ജലപാത 3 കൊല്ലം കോട്ടപ്പുറം. ഇതിലൂടെ പോകുന്ന കനാലാണ് ഇതറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതാണ് ഇത് നാഷണൽ വാട്ടർവേ 3 എന്നറിയപ്പെടുന്ന കൊല്ലം കോട്ടപ്പുറം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ. വേമ്പനാട്ട് കായലിലൂടെയാണ് ഈ ജലപാത കടന്നു പോകുന്നത്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3 വേമ്പനാട്ട് കായലിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 205 കിലോമീറ്ററാണ്. 205 കിലോമീറ്ററാണ് ഇത് ദേശീയ ജലപാത 3 കൊല്ലം കോട്ടപ്പുറത്തിൻ്റെ നീളം. അത് ഓർത്തിരിക്കുക, 205 കിലോമീറ്റർ. കേരളത്തിലായതുകൊണ്ട് തന്നെ പൊതുവേ ദേശീയ ജലപാത 3 PSC അധികവും ചോദിച്ചിട്ടുള്ളത്. അന്നേരം അതിൻ്റെ ഒപ്പം ഇത് പഠിക്കുക, 205 കിലോമീറ്റർ. വെസ്റ്റ് കോസ്റ്റ് കനാലും പഠിക്കുക. പിന്നെ ദേശീയ ജലപാത 4 കാക്കിനഡ പുതുശ്ശേരിയാണ് ഏത് ദേശീയ ജലപാത 4 കാക്കിനഡ പുതുശ്ശേരിയാണ്. പിന്നെ 5 പശ്ചിമ ബംഗാളിനെയും ഒഡീഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ഇത് ദേശീയ ജലപാത 5 പശ്ചിമ ബംഗാളിനെയും ഒഡീഷയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഹാൽദിയ അലഹബാദ് ദേശീയ ജലപാത 1 അത് ഗംഗാ നദിക്ക് കുറുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് സാദിയ ദുബ്രി അത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകയാണ്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3 അത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. അതിൻ്റെ നീളം 205 കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കാക്കിനഡ പുതുച്ചേരി 4 ദേശീയ ജലപാത 4.
പിന്നെ നമ്മൾ പറഞ്ഞതാണ് 5 പശ്ചിമ ബംഗാളിനെയും ഒഡീഷയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത 5. ഇങ്ങനെയൊക്കെ പഠിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് വിശദീകരിച്ച് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനു പുറമെ എന്തെങ്കിലും കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അറിയാത്ത കൂട്ടുകാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായിട്ട് കൂടി കരുതി അങ്ങനെ ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗവുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.